അയാൾ ജയിക്കില്ല, നമ്മളെ ജയിക്കൂ. അന്തിമ വിജയത്തിന് മുമ്പുള്ള ആ ക്ലൈമാക്സ് രംഗത്ത് വേണം നീയും മേഘനാഥനും മുഖാമുഖം നിൽക്കാൻ. അങ്ങനെ കോടതി മുമ്പാകെ നീയും മേഘനാഥനും മുഖത്തോട് മുഖം നിൽക്കുമ്പോഴാണ് കോടതി അന്തിമ വിധി പറയുന്നത്. അതാണ് വേണുവേട്ട എന്റെ ഭയവും ടെൻഷനും. നമ്മുടെ കഥയിൽ ഇതുവരെ ഞാനും മേഘനാഥനും മുഖത്തോട് മുഖം അടുത്ത് നിന്നിട്ടില്ല. പുറകിലൂടെയും സൈഡിലൂടെയും ഒക്കെ തൊട്ടും തൊടാതെയും പോയിട്ടുണ്ടെങ്കിലും ഇതിപ്പോ നേർക്കുനേർ കാണുക എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സന്ദർഭം വേണോ? അത് ഒഴിവാക്കാൻ പറ്റില്ലേ നമുക്ക്? ഇല്ല, ഒഴിവാക്കാനാവില്ല. നീയും അനുജത്തിമാരും സുഭദ്രാമ്മയുടെ മകനും ഉൾപ്പെടെ തൃപ്പങ്ങോട്ടെ അവകാശികൾ എല്ലാവരും കോടതിയിൽ വരണമെന്നാണ് അയാളും അയാളുടെ വക്കീലും ആവശ്യപ്പെട്ടത്. മറ്റെല്ലാവരും ആശ്രിതരാണെന്നും രാധയാണ് രക്ഷകർത്താവിന്റെ സ്ഥാനത്ത് നിന്ന് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതെന്നും അതുകൊണ്ട് രാധയെ മാത്രം ഹാജരാക്കിയാൽ മതിയെന്നുമായിരുന്നു എന്റെ വാദം. കോടതി അത് അംഗീകരിച്ചു. അതുകൊണ്ട് രാധ മാത്രം വന്നാൽ മതി. പക്ഷേ വരാതിരിക്കാനാവില്ല. മനസ്സിലായി. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഒഴിവാക്കാൻ പറ്റില്ലേ എന്നാണ് എന്റെ ചോദ്യം. ഇല്ല, അത് പറ്റില്ല. കോടതിക്ക് അനുവദിക്കാവുന്ന പരമാവധി എക്സംഷനാണിത്. കേസ് അവസാനിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ നീയെങ്കിലും കോടതി മുന്നിൽ പോയി നിന്നേ പറ്റൂ. മുമ്പ് ഒപ്പുവയ്ക്കാൻ വന്നത് ഏതോ നാടകക്കാരാണെന്ന് അയാൾ പറയുമ്പോൾ വന്നത് നാടകക്കാരല്ല, തൃപ്പങ്ങോട്ടെ രാധ തന്നെയാണെന്ന് സ്ഥാപിക്കാൻ ഇത് അത്യാവശ്യമാണ്. നീ നേരിട്ട് വരണം, വന്നേ പറ്റൂ. എങ്കിൽ പിന്നെ അത് കുറച്ചുകൂടി ഒന്ന് മാറ്റിവെക്കാൻ പറ്റില്ലേ? ഞാൻ മാനസികമായി ഒന്ന് തയ്യാറെടുത്തിട്ട്. കുറച്ചങ്ങോട്ട് മാറ്റിവെച്ചിട്ട് എന്താ കാര്യം? ഇപ്പോഴായാലും അപ്പോഴായാലും നീ തന്നെയല്ലേ കോടതിയിൽ വരേണ്ടത്. വേണമെങ്കിൽ നമുക്ക് അവധി വാങ്ങിക്കാം. പക്ഷേ അതുകൊണ്ട് കാര്യങ്ങൾ നീണ്ടുപോകുന്നല്ലാതെ ഒരു ഗുണവും ഉണ്ടാവില്ല. പിന്നെ നിനക്ക് ഈ വിഷയത്തിൽ ഒരു ഭയത്തിൻ്റെ കാര്യമില്ല. കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. കോടതിയിൽ പോകുന്ന ദിവസം ഇവിടെ വന്ന് നിന്നെ കൊണ്ടുപോകാൻ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും. എന്താ, അതുപോലെ നിനക്ക്? പോലീസ് പ്രൊട്ടക്ഷനോ? യെസ്. പ്രത്യേക സാഹചര്യത്തിൽ നിന്റെ ജീവൻ ആപത്തുണ്ടെന്ന് പറഞ്ഞ് ഞാൻ അതിനുള്ള സാങ്ഷൻ നേടിയെടുക്കും. നീ ഒന്നു മാത്രം ഓർത്താ മതി. തൃപ്പങ്ങോട്ടെ വാസുദേവന്റെ മക്കൾ നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് ഈ അജ്ഞാതവാസം വെടിഞ്ഞ് തൃപ്പങ്ങോടിന്റെ രക്ഷകരായി പുനരവതരിക്കണം. ആ ദിവസത്തിന് വേണ്ടിയാണ് ഈ കാത്തിരിപ്പ്. മാത്രമല്ല, എനിക്കിത് ഇരട്ടി മധുരവുമാണ്. ഒന്നാമത്, ജീവിച്ചിരുന്ന സുഭദ്രാമയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ. രണ്ടാമത്, വന്ധ്യവയോധികനായ എന്റെ അച്ഛനെ നിർദ്ദയം കൊന്നൊഴിവാക്കിയ ആ ദുഷ്ടന്റെ പതനം കാണുന്നതിന്റെ ആനന്ദം. അതെ, അഡ്വക്കേറ്റ് പത്മനാഭന്റെ മകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ ജയിക്കുകയാണ്. കൂട്ടത്തിൽ നിങ്ങളും. എന്താ വേണ്ടേ നമുക്ക് ആ വിജയം? ഓർത്തു നോക്ക് നമുക്കത് വേണ്ടേന്ന്. വേണം വേണുവേട്ടാ, എനിക്കും ജയിക്കണം ഈ യുദ്ധം. ഞാൻ വരും. വരുന്നത് തൃപ്പങ്ങോട്ടെ ജനങ്ങൾക്ക് വേണ്ടിയാ. ഞാൻ വരും. എനിക്ക് കാണണം അയാളെ, നേർക്കുനേർ, മുഖാമുഖം തന്നെ. മേഡം
ഞാൻ ഇറങ്ങാം. എന്തായി വല്യേച്ചി, കോടതിയിൽ പോയേ പറ്റൂന്നാണോ വേണോട്ടം പറയുന്നത്? പോണം. പോകാൻ ഞാൻ തയ്യാറാ. അപ്പോ ഞങ്ങളും വരണ്ടേ? അച്ചൂട്ടനും? വേണ്ട. ഇത് ഞാനും മേഘനാഥനും അഡ്വക്കേറ്റ് വേണുഗോപാലും തമ്മിലുള്ള ഒരു യുദ്ധമാ. നിങ്ങൾ കാഴ്ചക്കാരായിട്ട് നോക്കി നിന്നാ മതി. അല്ല, സമയം ഒരുപാടായല്ലോ. ആരതി എന്താ ഇതുവരെ വരാത്തത്? അറിയില്ല വല്യേച്ചി, ഏതോ കമ്പനിയില് വേക്കൻസി അന്വേഷിച്ചു പോവെന്ന് പറഞ്ഞിരുന്നു. കമ്പനി എന്താ പാതിരാത്രി വരെയാണോ വേക്കൻസിക്ക് ആളെ എടുക്കുന്നത്? ഇന്ന് നിർത്തിത്തരാം അവളുടെ ഈ തോന്നിവാസ സഞ്ചാരം. എന്റെ ഈശ്വര, ഈ ആരതി ചേച്ചി എവിടെ പോയി കിടക്കുവാ? പ്രാരബ്ധങ്ങൾ മാറ്റാൻ തൊഴിൽ കണ്ടുപിടിച്ച് അടങ്ങുന്നു പറഞ്ഞിറങ്ങിയതാ. വല്യേച്ചിയുടെ തൊഴിൽ കിട്ടാണ്ടിരുന്നാ മതിയായിരുന്നു. തൃപ്പംകോട്ട പെമ്പിളനേഷൻ നടപ്പാണെന്ന് കേട്ട്. പെമ്പിള്ളേരെ മാത്രമല്ല, എന്റെ മകനെ അന്വേഷിക്കുന്നുണ്ട്. ഭാഷ എൻ്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ സാറ് പണ്ടത്തെ ആ പെൺകുട്ടികളുടെ പടവും കൊണ്ട് അന്വേഷിച്ചിരുന്ന എപ്പ കിട്ടാനാ? സാറ് ഈ അന്വേഷിക്കുന്ന പിള്ളേരെ പണ്ട് തൃപ്പങ്ങോട്ടൊന്നും ഓടിപ്പോയ പിഞ്ചു കുട്ടികളല്ല. വർഷം എത്ര കായില്ലേ? അവരൊക്കെ വളർന്ന് രൂപത്തിലും ഭാവത്തിലും നടപ്പിലും ഇടപ്പിലും ഒക്കെ വേറെ ലെവലായി കാണുന്നു ഉറപ്പാ. സാറേ, ആ മൂത്ത കൊച്ചില്ലേ രാധ, അതിന് ഇപ്പം മരിക്കുന്ന സമയത്ത് സുഭദ്രമ്മയുടെ പ്രായം ഉണ്ടാവും. ചിലപ്പോ അവരെ രൂപം പോലും കിട്ടിക്കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തൃപ്പങ്ങോട്ട വല്യമ്മച്ചില്ലേ, അവരെ പോലെയല്ലേ സുഭദ്രമ്മ ഇരുന്നത്? ചെറുതിൽ അങ്ങനെയാണായിരുന്നത്. ഈ രാധ കൊച്ചിനും അങ്ങനെയൊക്കെ മാറ്റം വന്ന് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ ശരി, നീ പോവാൻ നോക്ക്. എന്നാ ഇത് വഴിച്ചെലവിനിരിക്കട്ടെ. അയ്യോ, മുഖത്ത് ശുക്രിയ. പിന്നെ ഞാൻ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നത്. ഉണ്ട്. പിന്നെ സാറേ, ആ ഭാഷയില്ലേ, അവൻ്റെ അനിയനൊക്കെ തന്നെയാ, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. അവൻ സാറിനെ കൊണ്ട് കാര്യം സാധിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു വേന്ദ്രനാണ്. സാറിനോട് വലിയ ആത്മാർത്ഥമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. എങ്കിലേ ഞാൻ സഹിച്ചു. ഭാസി കുറെ കാലമായിട്ട് എൻ്റെ കൂടെ ഉള്ളതാ. ഇനി അവന്റെ ആത്മാർത്ഥതയ്ക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല. കാരെ സംബന്ധിച്ചിടത്തോളം മണിച്ചൻ പറഞ്ഞതിലാണ് കാര്യം. സുഭദ്രയുടെ വല്യമ്മച്ചിയെപ്പോലെ വളർന്ന സുഭദ്രയ്ക്ക് രൂപമാറ്റം ഉണ്ടായി. അതിന്റെ അർത്ഥം രാധയ്ക്കും സുഭദ്രയുടെ രൂപം കിട്ടിയെന്ന. അതാണ് അവരുടെ പാരമ്പര്യം. അപ്പൊ ഞാൻ കണ്ടത് രാധയാണ്. അപ്പൊ അവൾ ഈ നഗരത്തിൽ തന്നെ എന്റെ അടുത്ത്, അവളോടൊപ്പം എന്റെ മകനും. യെസ്, അവൾ അടുത്തുണ്ട്, അവനും. ഞാൻ അവരെ കണ്ടുപിടിക്കും ഉടൻ തന്നെ.
എത്രയായി? ഇയാള് വീട്ടിൽ കയറാൻ നോക്ക്. നേരം കുറച്ച് താമസിച്ചിരിക്കുക. ദേ, ഓട്ടോയിൽ കയറുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. കൂലി വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ കയറെടുത്ത് തന്നെ കൊണ്ടുവിട്ടേക്ക്. ഞാൻ നടന്നു വന്നോളാം. അയ്യോ, നമിച്ചു. ഉള്ള കാശ് തന്നേക്ക്. നമ്മൾ തമ്മിൽ ഒരു തർക്കവും ഇല്ല. ദാ, ഒരു നിമിഷം ഒന്ന് വന്നേ. ഇതാ, ഇത് വെച്ചോ. ഇയാൾക്കായിട്ട് ആരതി നിക്ക്. ഇത്രയും നേരം എവിടെയായിരുന്നു നീ? അത് ചേച്ചി, ഞാനൊരു കൂട്ടുകാരിയുടെ കല്യാണമാണ് നാളെ. അവളുടെ വീട്ടിൽ പോയി അവളുടെ റിസപ്ഷൻ അവളെ ഒരുക്കാനും മറ്റുമായിട്ട് താമസിച്ചു പോയതാ. ആണോ? എങ്കിൽ നിനക്കതൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? എങ്ങോട്ട് പോകുന്നെന്നോ എന്തിനു പോകുന്നെന്നോ ആരും ആരോടും പറയുന്നില്ല ഇവിടെ. പണ്ടൊക്കെ എപ്പോഴും ഒരേ മനസ്സായിരുന്നു നമുക്ക്. കാണാമറയത്ത് വെച്ചാണെങ്കിലും ഒരാളിന്റെ കാലിലൊരു മുള്ളുകൊണ്ടാ മറ്റു രണ്ടുപേർക്കും അതിന്റെ വേദന അനുഭവപ്പെടുമായിരുന്നു. മൂന്നുടലും ഒരു മനസ്സുമായിരുന്നു നമ്മള്. അതൊക്കെ മാറിമറിയുന്നോന്നാ ഇപ്പൊ എന്റെ ഭയം. ഓ എന്റെ ചേച്ചി, ഞാനൊരല്പം വൈകിയതിനാണോ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? ഏത് കാലത്തും നമുക്ക് ഒരു മനസ്സ് തന്നെ ആയിരിക്കും ചേച്ചി. ചേച്ചിയുടെ തീരുമാനം തന്നെയായിരിക്കും ഞങ്ങളുടെ ഇഷ്ടം. അതിനപ്പുറമുള്ള ഒരു ഇഷ്ടവും ഒരു തീരുമാനവും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. ഉറപ്പ് തരാം ഞങ്ങള്. എപ്പോഴും അതൊക്കെ ഓർമ്മയുണ്ടായിരുന്നാ മതി. അല്ല, ഇതെന്താ നിന്റെ കയ്യില്? ടെക്സ്റ്റൈൽ കവറാണല്ലോ. അതൊരു സാരിയാ ചേച്ചി. നാളെ കല്യാണത്തിന് ഉടുക്കാനായിട്ട് ഒരു കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് മേടിച്ചതാ. എല്ലാവർക്കും ഒരേ കളർ സാരി വേണോന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ കളർ ഇല്ലാത്തത് കൊണ്ട് തന്നതാ അവള്. എന്നാ പിന്നെ ഞാനിത് കൊണ്ടുവയ്ക്കട്ടെ. ആദ്യം ഒന്ന് മേല് കഴുകണം. നടന്ന് മുഴുവൻ വേർതിരിക്കുക. ആ പറച്ചിലും പോക്കൊന്നും അത്ര ശരിയല്ലല്ലോ. എവിടെയോ എന്തോ ഒരു പന്തികേട്. കൊള്ളാം. നീ തൊട്ടതല്ല എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാ നീ തന്ന ഈ നാണയങ്ങൾ കൊണ്ടുപോലും എനിക്ക് പ്രണയഹൃദയം ഉണ്ടാക്കാൻ തോന്നുന്നത്. പക്ഷെ നിന്റെ സ്വഭാവം, അതാണ് കടുപ്പം. ഇനിയിപ്പോ പുറത്ത് കാണിക്കുന്നത് അഭിനയം മാത്രമാണോ? അറിഞ്ഞൂടാ. പ്രേമം, അത് പുറത്ത് കാണിക്കാതിരിക്കാനുള്ള അഭിനയം. അങ്ങനെയാണെങ്കിൽ ഈ നാണയം വെച്ച് തന്നെ അത് ടോസ് ചെയ്തൊന്ന് പരീക്ഷിച്ചു നോക്കാം. ഹെഡ് വീണാൽ ഇഷ്ടം,
ടെയിൽ വീണാൽ വെറുപ്പ്. അയ്യോ, അല്ലെങ്കിൽ വേണ്ട. ഹെഡ് ആണെങ്കിൽ നിനക്ക് എന്നോട് പ്രണയം, ടെയിലാണെങ്കിൽ എനിക്ക് നിന്നോടാണ് പ്രണയം. അങ്ങനെ മതി. അതാവുമ്പോ ഏത് വീണാലും മനസ്സിന് സങ്കടം വരില്ല. അതിക്ക് തന്നേക്ക്. എടാ, തരാൻ പറഞ്ഞില്ലേ? ഇത് തരില്ലെന്ന് മാത്രമല്ല, ദാ ഈ വെച്ചിരിക്കുന്നത് ഞാനിങ്ങ് എടുക്കുകയും ചെയ്യും. അതിക്ക് തിരിച്ചു താടാ. ഈ ചില്ലറ പൈസ അല്ലേ എന്റെ ഹൃദയമുണ്ട്, അതുകൊണ്ടാ. ഓഹോ, പഴയ പഞ്ചതന്ത്രത്തിലെ കൊരങ്ങനെ ഹൃദയം എടുത്ത് മരത്തിൽ വെക്കുന്നത് പോലെ കൊച്ചേട്ടൻ എന്താ ചില്ലറ പൈസയിലാണോ സ്വന്തം ഹൃദയം എടുത്ത് വെച്ചിരിക്കുന്നത്? പോടാ. ഇത് മനുഷ്യന്റെ ഉള്ളിൽ വിങ്ങുന്ന പ്രണയമാണ്. അതോറിക്കൂടി ഹൃദയമാകുന്ന പരിപാടിയാ. അവളുടെ ഹൃദയം ചില്ലറ പൈസകളായി പകർന്നു തന്നതാണ് അവള്. പ്ലീസ്, നീ അത് തിരിച്ചു തന്നാൽ നിനക്ക് ഞാൻ 500 രൂപ തരാം. 500 bucks. തരൂ? തരും. എപ്പോ? ഇപ്പോ. ഉറപ്പ്? ഉറപ്പ്. എന്നാ വേണ്ട. വേണ്ട? വേണ്ട. കൊച്ചേട്ടന്റെ പ്രേമത്തിന്റെ വില കൊച്ചേട്ടൻ തന്നെ അങ്ങ് വെച്ചാ മതി. അപ്പോ ഗുഡ് നൈറ്റ്. താങ്ക്സ്. എനിക്കൊരു പ്രേമം വരുമ്പോ അതിന് വിലയിടാൻ നിൽക്കരുത് കേട്ടോ. മനസ്സിലായി, നിന്റേതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. പ്രേമം തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ കൊച്ചേട്ടാ? ജോസിട്ട ഹെഡ് ആണോ ടെയിലാണോ എന്ന് ദൈവം തമ്പുരാന് പോലും പറയാൻ പറ്റത്തില്ല. എന്തായാലും കൊച്ചേട്ടാ എൻജോയ്. അസൂയ അസൂയ. അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. കുഞ്ഞിക്കൂടി അവളും കുഞ്ഞും കൈയും വീശി നടന്നു പോയത് ഒരു ചുവന്ന കാറിന്റെ കഥയും പറഞ്ഞ് ശ്രദ്ധയും തെറ്റിച്ചു. അതുകൊണ്ട് ആത്മവിശ്വാസം നല്ലതാ. പക്ഷേ ആ രാധയും വേണുഗോപാലിനെയും അങ്ങനെ കുറച്ച് കാണരുത്. ഏത് സാഹചര്യത്തെ അതിജീവിക്കാനുള്ള തന്ത്രവും ബുദ്ധിയും അവർക്ക് രണ്ടാൾക്കും ഉണ്ട്. നോക്കിയും കണ്ട് നിന്നോണം. ഞാൻ കോടതിക്കുള്ളിൽ നോക്കാം. ഇനി അഥവാ നിങ്ങളുടെ കണ്ണു വെടിച്ചു പോയെങ്കിൽ അവിടെ നിന്ന് ഞാൻ പിടിച്ചോളാം അവളെ.
എന്തെങ്കിലും കുഴപ്പമുണ്ടോ വേണുവേട്ടാ? ആ മേഘനാഥൻ എത്തിയിട്ടുണ്ടോ ഇവിടെ? അയാൾ എത്തി. ഇപ്പൊ ഞാൻ ജസ്റ്റ് മിസ് ചെയ്തേ ഉള്ളൂ. അയ്യോ, ആണോ? അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഏയ് കുഴപ്പമൊന്നുമില്ലെന്നേ, എല്ലാം നമുക്ക് ശരിയാക്കാം. തൽക്കാലം രാധ ആ മുൻവാതിൽ വഴി കയറണ്ട. ദാ ഇതെന്റെ ഒരു ഗുമസ്തന. ഇയാൾ അച്ഛനെ കൊണ്ട് ആദ്യം കയറട്ടെ. ഒരു സ്ത്രീ കുട്ടിയും കൊണ്ട് വരുന്നതാ അവരാദ്യം ശ്രദ്ധിക്കുന്നത്. ഇയാൾ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോ ആദ്യം അത് ഒഴിവായി കിട്ടും. ആ, അത് ശരിയാ, നല്ല ഐഡിയ. അച്ചു, നീ ഈ അങ്കിളിന്റെ കൂടെ പോണം. അകത്ത് കയറിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ശരി. ആ, താൻ കുഞ്ഞിനെ കൊണ്ട് അകത്ത് പോണം. ശരി. കോടതിക്കുള്ളിൽ എവിടെയെങ്കിലും അവനെയും കൂട്ടി ഇരുന്നാ മതി. സമയവും സന്ദർഭവും നോക്കി ഞാൻ വിളിക്കുമ്പോൾ ചേംബറിലേക്ക് വാ. ശരി സർ. അച്ചു, ഈ അങ്കിളിന്റെ കൂടെ പൊയ്ക്കോ, നമുക്ക് കാണാം. ഓക്കെ അങ്കിൾ. ഗുഡ് ബോയ്. വാ മോനെ.